നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുരുമുളക് അതിമോഹവിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുരുമുളക് വിലകൾ പല വിപണികളിലും പല വിലയാണ്. നിർമ്മാണങ്ങളും കാർഷിക വിപണിയിൽ ഈ ആഴ്ച നടന്ന വില എന്ന് പറഞ്ഞാൽ കറുത്തപ്പന്നറിയപ്പെടുന്ന കുരുമുളകിന് കിലോയുടെ പുറത്ത് 750 രൂപയാണ്. നല്ലതുപോലെ ഉണങ്ങിയ കുരുമുളകാണ് ഈ വന്നിരിക്കുന്നത്. അതിനാണ് ഈ കിലോ 750 വിപണിയിൽ ഓടുന്നത്. കടയിൽ നിന്ന് അത് വാങ്ങിക്കുമ്പോൾ ഇച്ചിരിയുടെ വില കൂടും. ഈ ക്രിസ്മസും പുതുവത്സര സീസണൊക്കെ ആകുമ്പോൾ കുരുമുളക് വീണ്ടും ഉയരാനാണ് സാധ്യത. കാരണം നാട്ടിൻ പ്രദേശങ്ങളിൽ മിക്ക കുരുമുളകും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം മിക്ക വീട്ടുകളിലും വീട്ടാവശ്യത്തിന് പോലും തികയുന്നില്ല. നിർമ്മാണങ്ങളും കാർഷിക വിപണിയിൽ 29/11/2025 നടന്ന മറ്റ് വിലകളും വിവരങ്ങളും നോക്കാം. പയർ കിലോ 90 മുതൽ 140 വരെ, പാവയ്ക്ക കിലോ 100 മുതൽ 130, പടവലം കിലോ 40 മുതൽ 45, കോവയ്ക്ക കിലോ 90 മുതൽ 100, കുമ്പളം കിലോ 40 മുതൽ 45, മത്തൻ കിലോ 30 മുതൽ 35, ചുരയ്ക്ക കിലോ 20, കത്തിരി കിലോ 70 മുതൽ 80, വാളരിപ്പയർ കിലോ 80, വെണ്ടയ്ക്ക കിലോ 90 മുതൽ 100, പപ്പായ കിലോ 30 മുതൽ 50, മുളക് 100 മുതൽ 130, ഉണ്ടമുളക് കിലോ 320, കാന്താരി കിലോ 250 മുതൽ 320, പാഷൻ ഫ്രൂട്ട് 90 മുതൽ 140, കുക്കമ്പർ കിലോ 40 മുതൽ 42, മരച്ചീനി 20 മുതൽ 23, വാഴക്കൂമ്പ് ഒരു പീസ് 6, ഇഞ്ചി കിലോ 90 മുതൽ 110, ചീര പച്ച 35 മുതൽ 40, ചുവന്ന ചീര കിലോ 60, വടക്കംപുളി കിലോ 280, കുരുമുളക് കിലോ 750. നല്ല മോഹവിലയാണ് ഇപ്പോൾ. മഞ്ഞൾപ്പൊടി 300 കിലോ, പുളി കിലോ 180, ചേന കിലോ 40 മുതൽ 45, ചേമ്പ് കിലോ 45 മുതൽ 55, കാച്ചിൽ കിലോ 50 മുതൽ 70, തേങ്ങ കിലോ 85 മുതൽ 90, കോഴിമുട്ട ഒരു പീസ് 8 രൂപ 50 പൈസ, ഏത്തൻ കിലോ 35 മുതൽ 42, കപ്പ കിലോ 60 മുതൽ 70, പൂവൻ കിലോ 30 മുതൽ 37, പാളയംകോടൻ 15 മുതൽ 25, റോബസ്റ്റ 20 മുതൽ 25, ഞാലി 40 മുതൽ 45 എന്നിവയാണ് അവിടെ വന്നത്. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും കർഷകർ ഇത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്ന കർഷകർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട്. അവർക്ക് വേണം നല്ല ആധുനിക യന്ത്രസാമഗ്രികൾ സൗജന്യമായിട്ട്. ഒപ്പം പന്നികളെ റിമൂവ് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളിലും കർഷകർക്ക് കൊടുക്കുകയും വേണം. നമ്മുടെ നാട്ടിൽ ഏക്കർ കണക്കിന് വയലുകളാണ് വെറുതെ കിടക്കുന്നത്. കാരണം പന്നിശല്യവും മറ്റും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടും വളരെയേറെ പ്രയാസത്തിലാണ് മിക്ക കർഷകരും നേരിടുന്നത്. അതുപോലെ ആധുനിക യന്ത്രങ്ങൾ സൗജന്യമായിട്ട് അവർക്ക് കൊടുത്താൽ അവർ വേണ്ട രീതിയിൽ കൃഷി ചെയ്യുകയും ചെയ്യും. കൃഷിയെ വളരെയേറെ സ്നേഹത്തോടെ കാണുകയും ചെയ്യും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകും. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.